എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഓറോ 3D സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലേക്ക് വരുന്നു എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പലരും സംശയം പ്രകടിപ്പിച്ചു. ഓറോ 3D ഒരു എന്താ പറയുക, ചത്തുപോയ ഒരു ഫോമാറ്റാണ്, അതിനെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഓറോ 3Dനെ പ്രൊമോട്ട് ചെയ്തതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ ഞാൻ മാത്രമല്ല, കണ്ണൻ ഓഫ് കോഴ്സ് അതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. കുറേ ഓറോ 3Dൻ്റെ പ്രോജക്റ്റ് ചെയ്തതും കേരളത്തിൽ ഉടനീളം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതും ഓറോ 3Dനെ പ്രൊമോട്ട് ചെയ്ത് ഒരു 150 പ്രോജക്റ്റിൽ പരം കണ്ണൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം എൻതൂസിയാസവും അതേ സെയിം എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞാൻ വാർത്ത കഴിഞ്ഞ ഒരു വർഷം മുതൽ, അതല്ല 1-2 വർഷം മുതൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞ കാര്യം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അടുത്ത മാസം, അതായത് ഒക്ടോബർ 1-ാം തീയതി മുതൽ ഓറോ 3Dയുടെ മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബീറ്റ ടെസ്റ്റിംഗ്, അതായത് അല്ലെങ്കിൽ ട്രയൽ റൺ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓറോ 3D പിന്നെ അറ്റ്മോസ് എപ്രകാരമാണോ ആപ്പിൾ TV ഇടം തന്നെ നിൽക്കുന്നത്, അതുപോലെ തന്നെ ഓറോ 3Dൻ്റെ വേറൊരു പ്ലാറ്റ്ഫോം തന്നെ അവർ പിന്നെ ആൻഡ്രോയിഡ് ഡിവൈസിനും iOSനും അതുപോലെ തന്നെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ പിന്നെ ഓൾറെഡി നമുക്കറിയാം, NVIDIA ഷീൽഡിന് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു 9.0 എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിരുന്നു. അതിന് ഓറോ 3Dയുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ലഭിച്ച വിവരമനുസരിച്ചിട്ട് ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലും, അത് iOS ആണെങ്കിൽ iOS 14 അതിന് മേലെയുള്ള വേർഷൻസിൽ ഓറോ 3D കോമ്പാറ്റബിൾ ആണ്. ആൻഡ്രോയിഡ് ഡിവൈസസിനും അത് കോമ്പാറ്റബിൾ ആണ്. അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും വിശദമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും അറിയാൻ പറ്റിയ കാര്യം, പിന്നെ 7.1.4 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ വരെ സപ്പോർട്ട് ചെയ്യാവുന്ന മ്യൂസിക്കാണ് ഇപ്പോൾ തൽക്കാലം ഓറോ 3D ഫോമാറ്റിലൂടെ കിട്ടുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടാണ്, ഫോമാറ്റ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ആസ് എ എൻഡ് യൂസർ എനിക്ക് കിട്ടുന്ന കണ്ടൻറ്റിൽ യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഇൻ അതർ വേർഡ്സ്, കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക, മാർക്കറ്റിലുള്ള അവരുടെ സ്ഥാനം നഷ്ടപ്പെടൂ എന്നുള്ള ഒരു ബോധം ഡോൾബി അറ്റ്മോസ് ചെയ്യുന്ന കണ്ടൻറ് മേക്കേഴ്സ്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക കമ്പനീസിനും അതിനൊരു ബോധം ഉണ്ടെങ്കിൽ, ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതായത് അവർ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓറോ 3D എന്താ പറയുക മാർക്കറ്റിൽ പ്രസിദ്ധമാകും എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യുന്ന കണ്ടൻറ്റും പ്രോപ്പറായിട്ട് അവർ ചെയ്തു തരുള്ളൂ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ, മൂവീസ് ആയിക്കോട്ടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ഡോൾബി അറ്റ്മോസ് അവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വേണ്ടി എന്തൊക്കെയോ റെക്കോർഡ് ചെയ്തിട്ട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഇടുന്നത് വെച്ചാൽ എല്ലാ മോശമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഫിസിക്കൽ മീഡിയ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 10-20 ഡിസ്ക് എടുക്കുകയാണെങ്കിൽ 3-4 മാത്രമേ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒരു റെക്കോർഡിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി മുതൽ ആ ഒരു കോൺസെപ്റ്റ് മാറി, അവർ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അവരെ തിരസ്കരിക്കുമെന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകണം. ഇതാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പ്രത്യേകിച്ച് ഡോൾബി അറ്റ്മോസിനോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലാണ്ട് ആ ഫോമാറ്റ് ഞാൻ ഉപയോഗിക്കാനില്ല ഒന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓഫ് കോഴ്സ് ഏറ്റവും ആദ്യം ഇറങ്ങിയ ഫോമാറ്റ് ഓറോ 3D തന്നെയാണ്. പലരും അതായിട്ട് ഒരു തർക്ക വിഷയമാണ് ഇപ്പോഴും. ഓറോ 3D അല്ലാതെ ഇറങ്ങുന്നത്, അറ്റ്മോസാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ സ്പീക്കർ പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ആംഗിൾ, ഡിഗ്രി, ഇതിനെ പറ്റിയൊക്കെ പല പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും യാതൊരു വിധത്തിലുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തൊരു സാധനം തന്നെയാണ്. ഈ ഡോൾബിയുടെ തന്നെ പല സ്പെക്സ് എടുത്ത് നോക്കിയ പല രീതിയിലാണ് ഒരു സ്പീക്കർ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു ഫോമാറ്റ് അതിൻ്റെ പ്രോപ്പർ രീതിയിൽ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അതിപ്പോൾ എന്ത് കാട്ടിയാലും കൺസ്യൂമേഴ്സ് അത് വി ആർ ബീങ് ഫോഴ്സ്ഡ് അല്ലേ. ഇപ്പോഴത്തെ നിലവിൽ എന്താ സ്ഥിതി, ഡോൾബി അറ്റ്മോസ് മാത്രമാണ് എവിടെയും കിട്ടാനുള്ളത്. അപ്പോൾ എന്താ അവർ തരുന്നത് ഞങ്ങൾ സ്വീകരിച്ചേ മതിയാവും എന്നുള്ള അവസ്ഥയിലാണ്. നേരെ കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ അവസ്ഥ അങ്ങനെയല്ല.
മറിച്ച് അവർ കറക്റ്റായിട്ട് ചെയ്തില്ലേ ആൾക്കാർ ഡോൾബി അറ്റ്മോസ് പതുക്കെ സൈഡ് ലൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓറോ 3Dയിലേക്ക് പോകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ബുദ്ധിമുട്ടായി മാറും ഓറോ 3D അറ്റ്മോസിൻ്റെ കാര്യത്തിൽ. ആസ് ഓഫ് നൗ മ്യൂസിക്കിന് മാത്രമാണ് അവരിപ്പം പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. പതുക്കെ അവർ സിനിമകളും ഇൻകോപ്പറേറ്റ് ചെയ്യും എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിൽ സ്റ്റുഡിയോസായിട്ട് ഒരു ടൈപ്പിലേക്ക് എത്തണം. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോംസ്, ഇപ്പം നെറ്റ്ഫ്ലിക്സ് പോലത്തെ OTT പ്ലാറ്റ്ഫോംസായിട്ട് അവർ ടൈപ്പിലെത്തി വന്നൊരു ധാരണയിലെത്തി എങ്ങനെ ചെയ്യാൻ പറ്റും, എത്ര ചാനൽസ് വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഈ വക കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആസ് ഓഫ് നൗ ഒക്ടോബർ 1 മുതൽ ഓറോ 3D സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. ബൈ.